ഗൗതം, കട്ടിംഗ് സൗത്തിനെതിരായ ജനം ടിവിയുടെ വാർത്ത കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ ധന്യ രാജേന്ദ്രൻ കോടതിയിൽ കേസ് കൊടുത്തത്. അതിപ്പോൾ ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. നമുക്ക് നിയമപരമായി ധന്യ രാജേന്ദ്രൻ നേരിട്ട തിരിച്ചടി മനസ്സിലാക്കാം, അതൊരു വശത്ത്. പക്ഷേ ഇതിന്റെ വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് കടക്കുന്ന ഒരു മാധ്യമം എന്നുള്ള രീതിയിലാണ് ഇതിനെതിരായ വാർത്ത നൽകിയത്. ഭാരതത്തിൻ്റെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് പ്രകോപനപരമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തു. പിന്നീട് അത് ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുവെങ്കിൽ പോലും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്നുള്ളത് കൂടി പ്രേക്ഷകരുടെ മുൻപിലേക്ക്. രോഹിണി, ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെയാണ്. ഈ കട്ടിംഗ് സൗത്ത് ക്യാമ്പയിനിൻ്റെ അടിസ്ഥാനം ആയി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക അത് വിഘടനവാദം തന്നെയാണ്. വിഘടനവാദം എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭൂപ്രദേശത്തെ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരിയൊക്കെ അടങ്ങുന്ന ഭാരതത്തിൻ്റെ ദക്ഷിണ മേഖല, ആ ദക്ഷിണ ഭാരതത്തെ ഈ രാജ്യത്തിൽ നിന്നും വെട്ടിമാറ്റുക എന്ന വിഘടനവാദ തീവ്രവാദ സംഘടനകളുടെ ക്യാമ്പയിനാണ് ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത്. അതായത് 2047 നമുക്കറിയാം. 2047 പ്രത്യേകത, നമ്മുടെ രാഷ്ട്രം 100ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടക്കുന്ന സമയമാണ്. അതായത് ഇതിനെ അമൃത കാലഘട്ടം എന്നാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് ഇനിയുള്ള 25 വർഷത്തെ അമൃതകാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. അമൃതകാലം എന്ന് പറയുന്നത് തന്നെ 2047 ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. 2047 എത്തുമ്പോൾ നമ്മുടെ രാഷ്ട്രം 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി, അത് സമസ്ത മേഖലകളിലും ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭാരതമാണ് നമ്മുടെ രാഷ്ട്രം സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ 2047 ലക്ഷ്യമിട്ട് നമ്മുടെ രാജ്യം ഒരു ഭാഗത്ത് വികസനത്തിൻ്റെയും സൈനിക തലത്തിലുമൊക്കെ ഒരു കുതിപ്പ് നടത്തുന്ന ഘട്ടത്തിൽ അതേ 2047 ലക്ഷ്യമിടുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അതാരാണെന്ന് നമുക്കറിയാം. അത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്, പോപ്പുലർ ഫ്രണ്ടാണ്, SDPI ആണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ വർഷമാകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തെ പല തലത്തിൽ വിഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി നമ്മുടെ ഈ ഭാരതത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു കൂട്ടർ പ്രവർത്തിക്കുകയാണ്. അവർക്ക് കൈത്താങ്ങാകുന്ന ഒന്നാണ് ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത്. ദക്ഷിണ ഭാരതത്തെ ഈ ദേശത്തിൽ നിന്നും വെട്ടിമാറ്റിക്കൊണ്ട്, ഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ഒരു പ്രത്യേക ടെറിട്ടറിയാക്കി അതിനെ മാറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ആദ്യഘട്ട നീക്കമാണ്. വളരെ അപകടകരമായ ചില നീക്കമാണ് ഈ കട്ടിംഗ് സൗത്തിലൂടെ ഈ കൂട്ടർ ഉദ്ദേശിച്ചത് എന്നത് നമ്മൾ എടുത്തു കാണിക്കേണ്ടതാണ്. അപ്പോൾ ഈ കട്ടിംഗ് സൗത്ത് പരിപാടി എറണാകുളത്ത് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ജനം TV ഈ ക്യാമ്പയിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ ജനം മാത്രമാണ് അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇവിടെ മുഖ്യധാര എന്ന് പറയപ്പെടുന്ന കുറേ ആളുകൾ മാധ്യമപ്രവർത്തനം നടത്തുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ നമ്മുടെ നാടിന് ദോഷം വരുന്നതായ, അല്ലെങ്കിൽ നമ്മുടെ ഈ ദേശത്തെ പലതലത്തിൽ വെട്ടി വിഭജിക്കാൻ, അത് മത അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും ഒക്കെ നമ്മുടെ ദേശത്തെ വെട്ടി വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്കെതിരെയും ഈ മാധ്യമങ്ങളൊന്നും ഒരക്ഷരം പോലും മിണ്ടാറില്ല. അതിനാൽ തന്നെ ആ ധാർമ്മികമായ ഉത്തരവാദിത്തം എല്ലാ കാലഘട്ടങ്ങളിലും ഏറ്റെടുത്ത ഒരു ചാനലാണ് ജനം TV. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം, ഏതാണ്ട് 10 വർഷക്കാലത്തെ ജനം TVയുടെ പ്രവർത്തനം നോക്കിയാൽ തന്നെ, അത് 2014 മുതൽ ഇങ്ങോട്ടുള്ള ഏതാണ്ട് ഒരു 10 വർഷക്കാലം നമ്മൾ ഇത്തരം ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ കട്ടിംഗ് സൗത്ത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത്, ഈ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത് ഈ ഭൂപ്രദേശത്തെ വെട്ടി വിഭജിച്ചുകൊണ്ട് മറ്റൊരു പരമാധികാര രാജ്യം ഭാരതത്തിനെതിരായി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയൊരു ക്യാമ്പയിനാണ്. അന്ന് തന്നെ അത് വലിയ വിവാദമായിരുന്നു. ആദ്യഘട്ടത്തിൽ പല പ്രമുഖ നേതാക്കളെയും, നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ പദവിയിലൊക്കെ ഇരിക്കുന്ന പലരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചുവെങ്കിലും ആദ്യമൊക്കെ ചിലർ ഇതെന്താണ് ഇതിൻ്റെ അടിസ്ഥാന തത്വമെന്ന് മനസ്സിലാക്കാതെ ആ പരിപാടിക്ക് വരാൻ ശ്രമിക്കുകയും പിന്നീട് ഇതിൻ്റെ അപകടം മനസ്സിലാക്കി അതിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നൊക്കെ പല ഭരണഘടനാ പദവി വഹിച്ച ആളുകളൊക്കെ തന്നെ മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെതിരെ ജനം TV തുടർച്ചയായി വാർത്തകൾ നൽകുന്ന ഘട്ടത്തിലാണ് ഈ ധന്യ രാജേന്ദ്രനെ പോലെയുള്ള ആളുകൾ ജനം TVക്കെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. ജനത്തിനൊപ്പം ജന്മഭൂമി, നമുക്കറിയാം, ദേശീയ ദിനപത്രമായിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പോലും അടിയുറച്ച ദേശീയ നിലപാട് മുന്നോട്ട് വെച്ച ജന്മഭൂമി പത്രവും നമുക്കൊപ്പം ഇതേ വാർത്തകൾ നൽകിയിരുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അതിനാൽ ജനം TVക്കും ജന്മഭൂമിക്കുമെതിരെയാണ് ഈ ധന്യയെ പോലുള്ള ആൾക്കാർ കോടതിയെ സമീപിച്ചത്. മാനനഷ്ട കേസ്, ഏതാണ്ട് 2 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെ കൃത്യമായിട്ട് തന്നെ ജനം TVയും ജന്മഭൂമിയും നിയമപരമായ പോരാട്ടവും നടത്തി. കാരണം നമ്മൾ കൃത്യമായ തെളിവുകൾ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തെ പല കഷ്ണങ്ങളായി വിഭജിക്കുവാൻ നടക്കുന്ന ഒരു പ്രചരണത്തിനെതിരെ, ആ പ്രചരണത്തിന് എവിടുന്നൊക്കെ ഫണ്ടിങ് എത്തുന്നു, ആ പ്രചരണത്തിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് ഈ ധന്യ രാജേന്ദ്രനൊക്കെ കട്ടിംഗ് സൗത്തിൻ്റെ സംഘാടകരായിരുന്നു
ഉണ്ടായിരുന്നു. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചു അവരുടെ ഒരു സ്വന്തം മാധ്യമമുണ്ട്, ആ മാധ്യമത്തെയൊക്കെ ഇതിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ജോർജ് സൊറോസസിൻ്റെയൊക്കെ ഫണ്ടുകളൊക്കെ ഇതിനായി വന്നിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ജനം TV നൽകിയതാണ്. ആ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ധന്യ രാജേന്ദ്രൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഡൽഹി ഹൈക്കോടതി ഇത് ഒരു തെളിവുമില്ലാതെയാണ് ഇത്തരം ഒരു ആരോപണം ജനം TVക്കും ജന്മഭൂമിക്കുമെതിരെ ഉയർത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. എന്തായാലും മറ്റൊരു ധർമ്മ വിജയം തന്നെയാണ് ജനം TVയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇത്തരം ധാരാളം വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു ധാർമ്മികമായ വിജയം കൂടി നമ്മളെ തേടി എത്തിയിരിക്കുകയാണ് രോഹിണി. ശരി ഗൗതം.